ട്രംപിൻ്റെ 50% പ്രതികാര തീരുവ നടപ്പിലാക്കുന്നതിൻ്റെ തലേന്ന് വിപണിയിലുണ്ടായത് 3 മാസത്തിനിടയിലുള്ള ഏറ്റവും വലിയ നഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിക്ഷേപകർക്ക് അപ്പോൾ നഷ്ടമായത് ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ്. അതിനുശേഷം 27-ാം തീയതി വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഓഹരി വിപണി അവധിയായിരുന്നു. ഇനി വ്യാഴാഴ്ചയിലേക്ക് കടക്കുമ്പോൾ വിപണി എന്തായിരിക്കും? കരടിയുടെ പിടിയിലാകുമോ എന്ന ആശങ്കകൾ എല്ലാവർക്കുമുണ്ട്. ഏതൊക്കെ മേഖലകളിലാകും അടുത്ത ദിവസം 28-ാം തീയതി സമ്മർദ്ദമുണ്ടാകുന്നത്? നിക്ഷേപകരുടെ സമീപനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, വിവിധ സൈറ്റുകളിൽ നിന്നുള്ള ഡാറ്റകൾ വെച്ചിട്ടുള്ള ഒരു അനലൈസേഷനാണ്. അപ്പോൾ ഗണേശ ചതുർത്ഥിയെ തുടർന്നാണ് 27-ാം തീയതി ഓഹരി വിപണിക്ക് അവധി ഉണ്ടായത്. അപ്പോൾ വിപണിയുമായി ബന്ധപ്പെട്ട എല്ലാ വ്യാപാരങ്ങളും ബുധനാഴ്ച പ്രവർത്തിച്ചിരുന്നില്ല. എന്നാൽ വ്യാഴാഴ്ച ട്രംപിൻ്റെ താരിഫ് നീക്കത്തിൻ്റെ ഒരു അനുരണനങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാമെന്നാണ് ചില വിപണി വിദഗ്ധർ പറയുന്നത്. അതായത് താരിഫ് തീരുമാനം തൊഴിലാളി കേന്ദ്രീകൃത ഉൽപ്പാദന മേഖലകളായ തുണിത്തരങ്ങൾ, രത്നം, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലയെ എല്ലാം സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ്, സ്മാർട്ട് ഫോണുകൾ, സ്റ്റീല് തുടങ്ങിയ മേഖലകൾക്ക് ഇളവ് അനുവദിച്ചിട്ട് ഉണ്ട് താനും. അപ്പോൾ ഓഗസ്റ്റ് 27 മുതൽ അധിക തീരുവ ഈടാക്കുമെന്ന ഉത്തരവ് ഓഗസ്റ്റ് 6-നാണ് വൈറ്റ് ഹൗസ് പുറത്തിറക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ച് വിപണി കുത്തനെ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വിദേശ നിക്ഷേപകർ ഓഹരികൾ കൂട്ടത്തോടെ വിറ്റഴിഞ്ഞതോടെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിലും കുറവുണ്ടായി. ഇന്ത്യൻ നിക്ഷേപകരാണ് വലിയ നഷ്ടത്തിൽ നിന്ന് അന്ന് വിപണിയെ രക്ഷിച്ചത്. ട്രംപിൻ്റെ താരിഫ് നീക്കം ഏതെല്ലാം മേഖലകളെ ഇനി ബാധിക്കുമെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തുണിത്തരങ്ങൾ ആദ്യത്തേത്. അതായത് ഇന്ത്യൻ തുണിത്തരങ്ങളുടെ പ്രധാന വിപണിയാണ് നിലവിൽ US. ചൈനയും വിയറ്റ്നാമും കഴിഞ്ഞാൽ US-ലേക്കുള്ള തുണിത്തരങ്ങളുടെ ഇറക്കുമതിയിൽ 3-ാം സ്ഥാനം. താരിഫ് ഉയർന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില US-ൽ വർദ്ധിക്കും. സ്വാഭാവികമായും വില കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്യും. ഇന്ത്യൻ GDP-യിൽ 2.3%, വ്യാവസായിക ഉൽപ്പാദനത്തിൽ 13%, ആകെ കയറ്റുമതിയുടെ 12% സംഭാവന ചെയ്യുന്ന മേഖല ആണിത്. തീരുവ നടപ്പിലായതോടെ രാജ്യത്തെ പ്രധാന ടെക്സ്റ്റൈൽ ഹബ്ബുകളിലെല്ലാം ഉൽപ്പാദനം നിർത്തിവെക്കുകയോ കുറയ്ക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് രത്നങ്ങളും ആഭരണങ്ങളും. US-ലെ രത്ന ആഭരണ വിപണിയുടെ 40% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. 50% തീരുവ വന്നതോടെ കുറഞ്ഞ തീരുവയിലുള്ള സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങൾക്ക് ഗുണകരമാവും. ഏതാണ്ട് $10 ബില്യൺ, അതായത് 87,000 കോടി രൂപ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രതിവർഷം ഇന്ത്യ US-ലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അടുത്തത് സമുദ്ര ഉൽപ്പന്നങ്ങളാണ്. ഉൽപ്പാദിപ്പിക്കുന്നതിൽ പകുതിയും US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നമാണ് ഇന്ത്യൻ കൊഞ്ച്. താരിഫ് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന പല ഓർഡറുകളും റദ്ദായി. എല്ലാ കടമ്പയും കടന്ന് US-ലെത്തിയാലും ഉപഭോക്താക്കൾ അധിക വില കൊടുക്കേണ്ടി വരും. ഇത് ഇക്വഡോർ പോലുള്ള രാജ്യങ്ങൾക്ക് ഗുണകരമാണ്. ഇനി വിപണിയെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കിയാൽ വ്യാഴാഴ്ച, അതായത് 28-ാം തീയതി വ്യാപാരം തുടങ്ങുമ്പോൾ മേൽപ്പറഞ്ഞ മേഖലകളിലും വാഹന ഘടക നിർമ്മാണം, തുകൽ, രാസവസ്തുക്കൾ തുടങ്ങിയ മേഖലകളിലും വിൽപ്പന സമ്മർദ്ദം പ്രതീക്ഷിക്കാമെന്നാണ് ചില മാർക്കറ്റ് അനലിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ ഇതൊരു പ്രവണതയായി രൂപപ്പെടാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യക്ക് അനുകൂലമായ മറ്റു പല ഘടകങ്ങളുമുണ്ട്. ആഴ്ചകളായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നതിനാൽ വിപണി ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ട് താനും. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്ക് സാധ്യത ഉള്ളതിനാൽ വർഷാവസാനത്തോടെ ഇന്ത്യ US ധാരണ രൂപപ്പെടുമെന്ന പ്രതീക്ഷയും വിപണിക്കുണ്ട്. ഇന്ത്യയെ ചൈനയോട് കൂടുതൽ അടുപ്പിക്കുകയും റഷ്യയോട് വ്യാപാരം തുടരുകയും ചെയ്യുന്ന US നടപടി വിരോധാഭാസമാണെന്നാണ് പറയുന്നത് ചിലർ. അതേസമയം വിദേശ നിക്ഷേപകർ ഓഹരികൾ വിറ്റൊഴിയുന്നത് വിപണിക്ക് തിരിച്ചടിയാണ്. ഈ ഓഹരികൾ വാങ്ങാൻ ഇന്ത്യൻ നിക്ഷേപകർ തയ്യാറാണെന്നതിനാൽ ഇക്കാര്യത്തിൽ പേടിക്കേണ്ടതില്ലെന്നും
വിദഗ്ധർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിദേശ നിക്ഷേപകർ 6517 കോടി രൂപയുടെ ഓഹരി വിറ്റപ്പോൾ പ്രാദേശിക നിക്ഷേപകർ 7060 കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിക്കൂട്ടിയത്. ഇനി നിക്ഷേപകർ എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അതായത് നിഫ്റ്റിയിലെ ഭയസൂചികയായ വോളറ്റിലിറ്റി ഇൻഡെക്സ് കഴിഞ്ഞ ദിവസം 3.7 നിന്ന് 12.19 കുതിച്ചിരുന്നു. ഇത് നിക്ഷേപകരുടെ ആശങ്കയാണ് സൂചിപ്പിക്കുന്നത്. വ്യാപാരം തുടങ്ങുമ്പോൾ നിഫ്റ്റി 24,700 താഴെയായാൽ പിന്നെ അത് 24,500 ഇടിയാനുള്ള സാധ്യതയുണ്ട്. 24,900 25,000 പോയിന്റിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. എന്നാൽ തീരുവയിൽ ഓഹരി ഇടിയുന്നത് ശ്രദ്ധയോടെ പരിശോധിച്ചാൽ നല്ല ഓഹരികൾ വാങ്ങാനുള്ള പറ്റിയ അവസരമാക്കാമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ക്രൂഡ് ഓയിൽ വില സ്ഥിരമായി നിൽക്കുന്നത്, ആഭ്യന്തര വളർച്ച ശക്തമായത്, GST പരിഷ്കരണം, കോർപ്പറേറ്റ് നികുതി ഇളവ്, RBIയുടെ പലിശ നിരക്ക് കുറയ്ക്കുന്നത്, ഇന്ത്യ UK വ്യാപാര കരാർ, ഇന്ത്യ ചൈന ബന്ധത്തിലെ പുരോഗതി എന്നിവ വിപണിക്ക് ഗുണകരമാണ്. അതുകൂടാതെ അടുത്ത് തന്നെ ഇന്ത്യൻ വിപണിയിൽ ഒരു വലിയ റാലി പ്രതീക്ഷിക്കാമെന്നും ചില അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയോടെ മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.